നമ്മോടൊപ്പം പ്രമേഷ് ചേരുന്നുണ്ട്. പ്രമേഷ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തലിൻ്റെ ഒരു പക്ഷേ അന്ന് ഒരു സാക്ഷിയായി മാറാൻ താങ്കളെ പോലെയുള്ളവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. MT കൂടുതലായി ഒരു പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ രാത്രിയിലും ഈ ഒഴുക്കാണ്, അവിടേക്ക് അനുശോചന പ്രവാഹമാണ്. സാഹിത്യരൊക്കെ വന്നു പോയവരൊക്കെ പറയുന്ന ആ MTയുടെ ഒരു ശൂന്യത മലയാളത്തെ സംബന്ധിച്ചോളം അത് എക്കാലവും ടാഗോറിനൊപ്പമാണ് ഉപമിക്കുന്നത് ഈ സാഹിത്യകാരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കയ്യൊപ്പ് ചാർത്തിയാണ് MT വിട പറയുന്നത്. ഞാൻ നേരത്തെ മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രൻ മാതൃഭൂമിയുമായിട്ടുള്ള MTയുടെ ഒരു അസോസിയേഷൻ്റെ ചരിത്രം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിലൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. MTയുടെ സാഹിത്യ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഇൻ്റർനാഷണൽ ഹെറാൾഡ് ട്രിബ്യൂൺ എന്ന് പറയുന്ന ഒരു ആഗോള പ്രസിദ്ധീകരണം അന്ന് നടത്തിയ ഒരു ലോക ചെറുകഥാ മത്സരം, അത് കേരളത്തിൽ അത് നടത്തിയത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പായിരുന്നു. ആ ചെറുകഥാ മത്സരത്തിലാണ് വളർത്തുമൃഗങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥ ഏറ്റവും മികച്ച ചെറുകഥയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ നേരത്തെ കാരശ്ശേരി സൂചിപ്പിച്ചതുപോലുള്ള ചില കഥകൾ അദ്ദേഹം നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യ സാഹിത്യരംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവേശനം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ഈ കഥ പ്രസിദ്ധീകരിച്ചതിലൂടെയാണ്. പിന്നീട് അദ്ദേഹം 1953 നമുക്കറിയാം, അദ്ദേഹം അവിടുത്തെ ഒരു എലമെൻ്ററി സ്കൂളിലും പിന്നീട് കുമരനെല്ലൂർ ഹൈസ്കൂളിലും ഒക്കെ പഠിച്ചു. പിന്നീട് അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഡിഗ്രി പാസ്സായി. അദ്ദേഹം കെമിസ്ട്രിയിലാണ് അദ്ദേഹം ബിരുദം നേടിയത്. അത് കഴിഞ്ഞിട്ട് 1953 അദ്ദേഹം 1957 തന്നെ മാതൃഭൂമിയിൽ സഹപത്രാധിപരായി ചേരുകയാണുണ്ടായത്. അതിനിടയ്ക്ക് അദ്ദേഹം മറ്റു ചില ജോലികൾ ചെയ്തു. ചില സ്കൂളുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അതെ, ഗ്രാമസേവകനായിട്ട് അദ്ദേഹം സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം 1957 മാതൃഭൂമി അന്ന് ഒരു പരസ്യം നൽകിയിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു സഹപത്രാധിപരുടെ ഒഴിവുണ്ട് എന്ന നിലയിലുള്ള ആ പരസ്യം കണ്ടിട്ട് MT അപ്ലൈ ചെയ്തതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിന് വന്ന കഥയൊക്കെ അദ്ദേഹം തന്നെ പലപ്പോഴും അദ്ദേഹം ഓർത്തെടുത്ത് എഴുതിയിട്ടുണ്ട്. അതായത് MTയുടെ സാഹിത്യ ജീവിതത്തെ സ്ഫുടം ചെയ്തതിൽ മാതൃഭൂമിയുടെ പങ്ക് വളരെ വലിയ പങ്കുണ്ട്. KP കേശവമേനോനും NV കൃഷ്ണകുമാരനും അടങ്ങുന്ന ഒരു ഇന്റർവ്യൂ ബോർഡാണ് MTയോട് ആദ്യം സംസാരിച്ചത്. ഈ അഭിമുഖത്തിനെത്തിയപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. പോകാൻ നേരത്ത് ഈ ജോലി ഉറപ്പാണെന്ന് പറഞ്ഞില്ല, പക്ഷേ മാതൃഭൂമിയിൽ ജോലി കിട്ടിയാൽ വൃത്തിയായും വെടിപ്പായും വരണം എന്ന് അദ്ദേഹം പാലക്കാട് നിന്ന് രാത്രി യാത്ര ചെയ്ത് കോഴിക്കോടെത്തി നേരെ ആ മുഷിഞ്ഞ വേഷവുമായി നേരെ മാതൃഭൂമി ഓഫീസിൽ വന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ വൃത്തിയായും വെടിപ്പായും മാതൃഭൂമിയിൽ വരണം എന്ന് MTയോട് KP കേശവമേനോൻ നിർദ്ദേശിച്ചതായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ജോലി നേടുന്നു. 1953 അദ്ദേഹം സഹപത്രാധിപരായിട്ടാണ്, അതായത് ഒരു സബ് എഡിറ്റർ എന്ന നിലയിലാണ് അദ്ദേഹം ആഴ്ചപ്പതിപ്പിൽ ജോയിൻ ചെയ്തത്. പിന്നീട് 1968 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പ്രധാന പത്രാധിപരായി മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹം NV കൃഷ്ണകുമാരുടെ കീഴിലായിരുന്നു. പിന്നീട് പ്രധാന പത്രാധിപരായി മാറി. അന്ന് നേരത്തെ PK രാജശേഖരനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു വളർച്ചയുടെ ഒരു വലിയ ഘട്ടം ശരിക്കും NVയും MTയും കൂടെ നയിച്ച ആ കാലഘട്ടത്തായിരുന്നു. പ്രധാനപ്പെട്ട പിന്നീട് സാഹിത്യ പത്രപ്രവർത്തന രംഗത്തൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അതൊക്കെ തുടക്കം കുറിച്ച ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം 2 ഘട്ടങ്ങളിലായി മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ 1957 അദ്ദേഹം ജോയിൻ ചെയ്തു. 1968 പ്രധാന പത്രാധിപരായി. 1981 അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. പിന്നീട് 7 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ച് മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് എഡിറ്ററായി നേരത്തെ ശ്രീ PV ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എത്തുകയുണ്ടായി. 1988 അദ്ദേഹം എത്തി. പിന്നീട് 1999 അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിക്കുന്ന വർഷത്തിൽ അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളും അവിടെ മാതൃഭൂമിയിൽ സബ് എഡിറ്റർമാരായി ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. ജ്ഞാനപീഠ ലബ്ധിയെ തുടർന്ന് മാതൃഭൂമിയിലെ ജീവനക്കാരെല്ലാം നൽകിയ ഒരു സ്വീകരണ പരിപാടി ഞാൻ ഓർക്കുന്നു. അതിലെ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രസംഗം കൂടി അദ്ദേഹം ഓർക്കുന്നു. മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ 2ാം തറവാടാണ് എന്നാണ് അദ്ദേഹം അന്ന് വിശേഷിപ്പിച്ചത്. അതിങ്ങനെ ആ ജ്ഞാനപീഠ ലബ്ധി ആ സമയത്ത് തന്നെ അദ്ദേഹം മാതൃഭൂമിയുടെ സഹപത്രാധിപരായിരുന്ന ആ കാലം ഞാൻ ഓർക്കുകയാണ്. വീണ്ടും മധുവിലേക്ക് പോകാം. പ്രമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം വിട പറയുന്നതിൻ്റെ ആ ഒരു ദുഃഖമാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇപ്പോൾ മധു തുടരുന്നുണ്ട്. മധു, ഒരുപാട് സാഹിത്യകാർ MTയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് അതിവേഗം അവിടേക്ക് ആശുപത്രിയിലേക്ക് ആദ്യം എത്തി. ഇപ്പോൾ സിതാരയിലേക്കും അങ്ങനെ ഒരു ഒഴുക്കാണല്ലോ കാണാൻ കഴിയുന്നത്. വരുന്നവർക്കൊക്കെ തന്നെ വാക്കുകൾ മുറിയുന്നുണ്ടല്ലോ മധു. അഭിലാഷേ, ലീലാവ് ടീച്ചർ പറഞ്ഞതാണ് പറയാനുള്ളത്. രാജശേഖരൻ നേരത്തെ പറഞ്ഞു,
എൻ വിയുടെ തുടർച്ചയാണ് എം ടി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് എൻ വി എന്ന ഇംഗ്ലീഷ് വാക്കും എം ടി എന്ന ഇംഗ്ലീഷ് വാക്കും, അത് ആ വാക്കുകളുടെ അർത്ഥത്തോട് ഒരിക്കലും യോജിക്കാത്ത രണ്ട് പേർ. ഒട്ടും എൻ വി ഇല്ലാതെ മലയാള ഭാഷയെ, സാഹിത്യത്തെ, ശാസ്ത്രത്തെ, മലയാള ഭാഷയുടെ ഓരോ അംശത്തെയും പരിപോഷിപ്പിച്ച എൻ വി കൃഷ്ണവാര്യർ, ഒട്ടും ശൂന്യതയില്ലാതെ മലയാള ഭാഷയെ നിറച്ച എം ടി വാസുദേവൻ നായർ. ഈ രണ്ടുപേരും ആ വാക്കുകൾക്ക് അപ്പുറത്ത് അത്യസാധാരണമായ പൊലിമയോടെ മലയാളത്തെ സമ്പുഷ്ടമാക്കുകയായിരുന്നു ചെയ്തത്. എം ടി ഒരിക്കൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എം ടി പറഞ്ഞൊരു കാര്യമുണ്ട്. കൃഷ്ണവാര്യരുടെ ഗുരുത്വമായിരുന്നു അത്, അതിന് ഒപ്പം ഞാൻ നിൽക്കുക മാത്രമാണ് ചെയ്തത്. 24-ാമത്തെ വയസ്സിൽ ആണ് അദ്ദേഹം നാലുകെട്ട് എഴുതുന്നത്. അതിന് തൊട്ടിങ്ങോട്ട് കഥകളാകട്ടെ, നോവലുകളാകട്ടെ, ജീവചരിത്രമാകട്ടെ, സാഹിത്യ സംബന്ധിയായ ലേഖനങ്ങളാവട്ടെ, ഗോപുരനടയിൽ എന്ന നാടകമാകട്ടെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ചലച്ചിത്രത്തിൻ്റെ വർണ്ണാഭമായ ലോകമാകട്ടെ, അതിൽ ഓരോന്നിലും യാത്രാവിവരണമാവട്ടെ, ബാലസാഹിത്യമാകട്ടെ, എം ടി തൊട്ടപ്പോഴാണ് അതിനെല്ലാത്തിനും ജീവൻ വെച്ചത്. ഒരു മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ബൈബിളിലെ യേശുവിനെ പോലെ വളരെ കൃത്യമായി ഒന്നു തൊട്ടപ്പോൾ പ്രാണൻ വയ്ക്കുന്ന ആ മാസ്മരമായ സിദ്ധി എത്രത്തോളം ഒരു എഴുത്തുകാരന് കിട്ടും, അത് എം ടിയിലാണ് നമ്മൾ കണ്ടത്. നേരത്തെ കാർശ്ശേരി മാഷ് പറഞ്ഞു 300 പേജെങ്കിലും ഒരു ദിവസം വായിക്കുമായിരുന്നു എന്നാണ് എം ടി പറഞ്ഞത്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിനെയും മരിയ വർഗാസ് ജോസയെയും തൊട്ട് മനു എസ് പിള്ളയെ വരെ മലയാളിയുടെ അനുവാചകർക്ക് പരിചയപ്പെടുത്തിയ മറ്റൊരു എഴുത്തുകാരൻ നമുക്കില്ല. പുതിയ ഭാവുകത്വങ്ങളെ ഒരു മറയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ, തനിക്ക് വിയോജിപ്പുള്ള എഴുത്തുകാരായിരിക്കാം, തനിക്ക് വിയോജിപ്പുള്ള ശാഖയായിരിക്കാം, അതൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തി. മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം പോലുള്ള ഒരു കൃതി മാതൃഭൂമിയിൽ മാത്രമേ അക്കാര്യത്തിൽ വരുമായിരുന്നുള്ളൂ. എം ടി വാസുദേവൻ നായർ ഉള്ളപ്പോൾ മാത്രമേ അത്തരം ഒരു കൃതി പ്രസിദ്ധീകരിക്കപ്പെടുകയും ഉണ്ടായിരുന്നുള്ളൂ. NS മാധവനാവട്ടെ, NS-ഉം നിർമ്മൽ കുമാറും അടക്കമുള്ള ആ 70കളിലെ കഥാകൃത്തുകൾ, ജയരാജ് അടക്കമുള്ള ആ തലമുറയെ മുഴുവൻ എടുത്തത് സുമിത്ര അടക്കമുള്ളവരെ അത് സൃഷ്ടിച്ചെടുത്തത് എം ടി വാസുദേവൻ നായരായിരുന്നു. എം മുകുന്ദൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, സേതു എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഇവരെയൊക്കെ എഴുത്തുകാരാക്കിയത് എം ടി ആയിരുന്നു. ഒരു പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന ഒറ്റ മനുഷ്യൻ മതി സ്മാരകശിലകൾ എന്ന ഒറ്റ പുസ്തകം സാധ്യമാക്കിയത്. മലയാളത്തെ എക്കാലത്തെയും മികച്ച പുസ്തകങ്ങളിലൊന്നായ സ്മാരകശിലകൾ സാധ്യമാക്കിയത് എം ടി വാസുദേവൻ നായരാണ്.